السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹയ്യദത് ലഹു ദുനിയ ബിഅസ്രിഹാ. നിങ്ങൾ ആരെങ്കിലും തൻ്റെ കുടുംബത്തിൽ സമാധാനത്തോടെയും സുരക്ഷിതത്തോടെയും നേരം പുലരുകയും ശരീരത്തിന് ആരോഗ്യമുണ്ടായിരിക്കുകയും അന്നത്തേക്കുള്ള ഭക്ഷണം തൻ്റെ പക്കൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ ലോകം മുഴുവൻ അവൻ ഉടമപ്പെടുത്തിയതുപോലെയാണ്. ഈ ഒരു ഹദീസിലൂടെ വളരെ പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തരുന്നു. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 3 അനുഗ്രഹം. ഒന്ന്, മനുഷ്യൻ നിർഭയനായിരിക്കുക. ഖുർആൻ പല സ്ഥലങ്ങളിലും ഈ ഒരു നിഅമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വആമനഹും മിൻ ഖൗഫ്. മക്കയിലുണ്ടായിരുന്ന ആളുകൾക്ക് ഭയത്തിൽ നിന്നും നിർഭയത്വം നൽകിയില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. മനുഷ്യൻ എത്ര സമ്പത്തുണ്ടായിരുന്നാലും ശരി, എത്ര വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കപ്പെട്ടവനായിരുന്നാലും ശരി, മനസ്സിന് ഒരു സമാധാനവുമില്ലെങ്കിൽ മറ്റുള്ളവ ലഭിച്ചതുകൊണ്ട് എന്ത് അനുഗ്രഹമാണ് അവനുണ്ടായിത്തീരുക, എന്ത് ഉപയോഗമാണ്, ഫലമാണ് അവനുണ്ടായിത്തീരുക. ആഭ്യന്തര പ്രശ്നങ്ങളും രാജ്യാന്തര സംഘട്ടനങ്ങളും സമരങ്ങളും സംഘർഷങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ആ നാട്ടിലുള്ള പ്രജകൾക്ക്, ജനങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുക? രണ്ടാമത് പറയുന്നത്, ശാരീരികവും മാനസികവുമായ ആരോഗ്യമുണ്ടാകും. ശക്തമായ ഒരു തലവേദന വന്നാൽ അവൻ്റെ ദുർബലത മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നിർഭയത്വമുണ്ട്, ശാരീരികവും മാനസികവുമായ ആഫിയത്തിലും ആരോഗ്യത്തിലും ക്ഷേമത്തിലും സുഖത്തിലുമാണ് എങ്കിൽ അത് വലിയ അനുഗ്രഹം തന്നെയാണ്. മൂന്നാമത് പറയുന്നത്, ഇൻദഹു ഖൂതു യൗമി. അന്നന്നേക്കുള്ള അന്നം അവൻ്റെ പക്കലുണ്ട്. വലിയ ബാങ്ക് ബാലൻസുകൾ അവൻ്റെ കയ്യിലില്ല. ഉയർന്ന ശമ്പളമുള്ള ജോലി അവനില്ല. എന്നിരുന്നാലും അന്നന്നത്തേക്കുള്ള ഭക്ഷണം സ്വരൂപിക്കുവാനുള്ള തൊഴിലും അവനും അവൻ്റെ കീഴിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എന്നിവർക്ക് നൽകേണ്ട, പശിയടക്കേണ്ട, വിശപ്പടക്കേണ്ട ഭക്ഷണവും അവനുണ്ട് എങ്കിൽ അവന് ലോകം മുഴുവൻ കീഴടക്കിയവരെ പോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനം അനുസരിച്ച് ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അത്യാർത്തിയില്ലാതെ, തന്നേക്കാൾ എന്തുകൊണ്ടും മികച്ച ആളുകളോട് അസൂയയില്ലാതെ, വ്യക്തികളും സമൂഹങ്ങളും തമ്മിൽ സമരങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ നിർഭയത്വത്തോടുകൂടി ജീവിക്കുക എന്നത് എത്ര വലിയ ഐശ്വര്യമാണ്. പലപ്പോഴും മനുഷ്യൻ ഇത്തരം ഭൗതികമായ ചിന്തകളിൽ മുകളിലുള്ള ആളുകളിലേക്കാണ് നോക്കുക. അപ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങളെക്കാൾ താഴേക്കിടയുള്ള ആളുകളിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നിങ്ങളെ മുകളിലുള്ള ആളുകളിലേക്ക്, തന്നേക്കാൾ സമ്പത്ത് ലഭിച്ച, തന്നേക്കാൾ നല്ല വീടുള്ള, ഇത്തരത്തിൽ ഭൗതിക സുഖങ്ങൾ ലഭിച്ച ആളുകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. എങ്കിലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. ചുരുക്കത്തിൽ, മാനസികമായ ശാരീരികമായ സുഖത്തോടുകൂടി, സംഘർഷങ്ങളില്ലാത്ത, പ്രശ്ന അധിഷ്ഠിതമായ, സംഘർഷകലുഷിതമായ, സമരങ്ങളില്ലാത്ത രൂപത്തിൽ അന്നേക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായ ജോലിയുള്ള രൂപത്തിൽ ഒരാൾക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ അവൻ വലിയ അനുഗ്രഹത്തിലാണ്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് നൽകുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക,
നേർവഴി. Peace Radio. Tune to reality.